ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിതം ഓഫ് മൈ ലൈഫ്. ഇറ്റ്സ് മീ അനു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, ഫിഷ് നിർവാണ അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ്. എനിക്ക് റെസിപ്പി കിട്ടിയത് ഷെഫിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് ആഗോലി അല്ലെങ്കിൽ പോംഫ്രെറ്റ് എന്ന് പറയുന്ന ഫിഷാണ്. ഒരു 1/2 കിലോ ഉണ്ടാവും ഈ ഫിഷ്. നമുക്ക് ഈ ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. മസാലയൊക്കെ തേക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത്. ഈ ഫിഷ് ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഞാനിവിടെ ബ്ലാക്ക് പോംഫ്രെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 ആൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള അത്രയും ഫിഷ് ഉണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കുറച്ചുകൂടി കയറ്റിയിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മസാല ഈ ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആ വരയൊക്കെ ഇട്ടെടുത്തും ഫിഷിൻ്റെ ഉള്ളിലും ഒക്കെ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. നമുക്ക് ഈ ഫിഷ് ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് ഫിഷിൽ മസാലയൊക്കെ പുരട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ എനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കാനും മറക്കരുത് കേട്ടോ. മസാലയുടെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച കറിവേപ്പില ഇതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞു. നമുക്കിനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പില എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ ആ ഫിഷിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടി വരും. ഇവിടെ ഒരു സൈഡ് ഫ്രൈ ചെയ്യാൻ ഏകദേശം ഒരു 8 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് അധിക നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് കുക്കായിക്കോളും. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഫിഷിൻ്റെ ഒരു സൈഡ് തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കണം, മറ്റേ സൈഡ് ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവണം. അതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഗ്രേവിയിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 3 പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫിഷ് ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
പിന്നെ ഈ റെസിപ്പീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്നത് പോലെ ഒരു പണിയില്ല. ആകെയുള്ളൊരു പണിയെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പാൽ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ട്രിക്ക് പറയാം. നമ്മൾ മിക്സിയുടെ ജാറിൽ സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള തേങ്ങ അടിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ നമുക്ക് കൂടുതൽ പാൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് ആ ഇഞ്ചിയും പച്ചമുളകും കുരുമുളകൊക്കെ ഇട്ട തേങ്ങാപ്പാലിൽ കിടന്ന് കുക്കായി വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഫിഷ് നിർവാണ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.